തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങി ബി.ജെ.പി. നേതാവ് പി.എസ്. ശ്രീധരൻപിള്ള. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യത തെളിഞ്ഞതോടെ NSS ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. ശബരിമല നിയമനിർമ്മാണ വിഷയത്തിൽ ബി.ജെ.പി. രാഷ്ട്രീയം കളിച്ചുവെന്ന NSS വിമർശനത്തിന് പിന്നാലെയാണ് ശ്രീധരൻപിള്ളയുടെ അനുനയ നീക്കം. സൗഹൃദ കൂടിക്കാഴ്ച എന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. ഞാൻ എൻ്റെ സൗഹൃദത്തിന് എപ്പോഴും മണിച്ചേട്ടൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കരുതുന്നതാണ്. ഞാനിതിനു മുമ്പും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയത്തും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. NSS എന്നും ബ്ലെസ്സിങ്സ്, അതിൽ ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എൽക്കാലവും തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സന്ദർശനത്തെ ബി.ജെ.പിയുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ആയിരുന്നു. അത് പുതുതായിട്ട് എഴുതിയ 2 പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നു. വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇന്നല്ല, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഇന്നലകളിലും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയിട്ടുള്ളവരാണ്. അതിൽ ഞാൻ അഭിമാനവും കൊള്ളുന്നുണ്ട്. ബി.ജെ.പി. ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യണ്ട. അഖിൽ കെയുണ്ട് വിവരങ്ങൾ നൽകാൻ. അഖിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തായാലും പി.എസ്. ശ്രീധരൻപിള്ള സജീവമാവുകയാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയെ എങ്ങനെ കാണണം? കൂടിക്കാഴ്ച പാർട്ടിക്ക് വേണ്ടിയാണോ അതോ ചെങ്ങന്നൂരിന് വേണ്ടിയാണോ എന്നുള്ളതാണ് ചോദ്യം. പി.എസ്. ശ്രീധരൻപിള്ളയുടെ കൂടിക്കാഴ്ച, NSS ആസ്ഥാനത്ത് ജി സുകുമാരൻ നായർ നടത്തിയ കൂടിക്കാഴ്ച, അത് പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് എന്ന് കരുതേണ്ടി വരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ചെങ്ങന്നൂരിൽ ഒരു മത്സരത്താനും അല്ലെങ്കിൽ ചെങ്ങന്നൂർ പേരിൽ എടുത്തു പറയുന്നുണ്ട് ശ്രീധരൻപിള്ളയുടെ പേരാണെങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. തനിക്ക് ഗവർണറായിരിക്കുന്ന കാലത്ത് വന്ന അവസരം പോലും തന്നെ ഉപയോഗിച്ചിട്ടില്ല, തനിക്ക് ഇപ്പോഴും മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ്. പക്ഷേ അപ്പോഴും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കിടയിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുകുമാരനുമായി സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പക്ഷേ മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായി തന്നെ ഈ ബി.ജെ.പിക്ക് ഉള്ള അനുനയ നീക്കം തന്നെയാണ്. കാരണം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബി.ജെ.പി. വിമർശിച്ചിരുന്ന ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കാലുവാരി എന്ന തരത്തിലുള്ള പ്രതികരണം പോലും ജി സുകുമാരൻ നടത്തി. തൃശ്ശൂർ എടുത്തതുപോലെ NSS എടുക്കാമെന്ന് കരുതേണ്ട എന്നൊരു മറുപടി കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. അത്ര രൂക്ഷ വിമർശനം നടത്തുമ്പോൾ വളരെ അടുത്തു നിൽക്കുന്ന ജി സുകുമാരൻ നായരുമായി വളരെ യോജിച്ചു പോകുന്ന ഒരു വ്യക്തിയെ തന്നെ ആദ്യഘട്ടത്തിൽ അയച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ജില്ലാ നേതൃത്വമായിട്ട്, പാർട്ടിയുടെ ജില്ലാ നേതൃത്വമായി ഒക്കെയാണ് അവിടെ എത്തിയത്. എങ്കിൽ പോലും ജി സുകുമാരൻ നായരും പി.എസ്. ശ്രീധരൻപിള്ളയും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു, ഒരുപാട് നേരം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ നീക്കത്തെ അത് പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു നീക്കമായി തന്നെയാണ് കാണാൻ കഴിയും. ശരി, അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.